ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മളുടെ IBPS സ്പെഷ്യൽ സീരീസിന്റെ അനുബന്ധിച്ച് നമ്മളുടെ ക്ലാസ്സുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ്, മിക്സ്ഡ് ആയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തെടുക്കുന്ന ഷോർട്ട് കട്ട് ട്രിക്സിലൂടെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ടൈം കുറവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5 ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ വിത്തിൻ ലെസ് ടൈം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം എന്തുകൊണ്ടാ, നമുക്ക് ടൈം വളരെ മിനിമൽ ആയിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു ഇതേപോലെ ഷോർട്ട് ട്രിക്സുകളും അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം എന്നെല്ലാമുള്ള ഒരു സ്പെഷ്യൽ IBPS RRB ബാച്ച് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ കൗൺസിലിംഗ് ടീം തരും. അപ്പൊ ഈ ബാച്ചിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രിലിംസിന്റെ കോച്ചിങ് മാത്രമല്ല, എപ്പോഴാണോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്, അതായത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടാം, അതുവരെയുള്ള, അതായത് പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം, ഇന്റർവ്യൂ പ്രിപ്പറേഷനും കൂടിയുള്ള കോച്ചിങ് ഈ ബാച്ചിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും എന്ത് സപ്പോർട്ടിനും ത്രൂ ഔട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഓൾറെഡി ഒരുപാട് റിസൾട്ടുകൾ വരുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏകദേശം 250+ റിസൾട്ട് ആണ് നമുക്ക് IBPS മാത്രം കഴിഞ്ഞ ഇയർ ഉണ്ടായത്. അതേപോലെ ടോപ്പ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് എക്സാമിന് വേണ്ടി പഠിച്ചാൽ മാത്രം പോരാ, എക്സാം എഴുതി ശീലിക്കണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ല എഴുതണ്ടേ. എന്താണോ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എങ്ങനെയാണോ നിങ്ങൾക്ക് എക്സാം വരുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, എക്സാം ക്രാക്ക് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ളത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമുക്ക് ഒരു വട്ടമേ വായിച്ചു നോക്കാനുള്ള ടൈം ഉണ്ടാവുള്ളൂ. അത് നല്ല തറവായിട്ട് മനസ്സിലാക്കി വായിക്കണം. A motorcyclist takes 2 hours more to go uphill than to come downhill. മോളിലേക്ക് 2 മണിക്കൂർ കൂടുതൽ എടുക്കും, എന്താണ്, അടിയിലേക്ക് വരുന്നതിനേക്കാൾ. If the ratio of his speeds to come downhill to uphill, സ്പീഡിന്റെ റേഷ്യോ അടിയിലേക്ക് വരുന്നത് 5:4 ആണ്. Then how much time will he take in entire journey? എത്ര ടൈം എടുക്കുന്നതാണ്. The total distance to go uphill is same as that of downhill. മുകളിലേക്ക് പോയ ദൂരം തന്നെയാണ് അടിയിലേക്ക്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം, സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. 4:5 ആണ്. സോ ടൈമിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. 1 പാർട്ട് 2 ആണെങ്കിൽ ടോട്ടൽ എടുക്കുന്നതാണ്, ടോട്ടൽ 9 പാർട്ട് ആണ്. 9 × 2 18 hours ആണ് നമ്മുടെ ആൻസർ. 18 മണിക്കൂർ. 16, 12, 20, 14 ഇല്ല, നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഇത് ചെയ്യാനായിട്ട് മക്കളെ എനിക്ക് പേനയും പേപ്പറും ആവശ്യമില്ല. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എനിക്ക് പേനയുടെയും പേപ്പറിന്റെയും യാതൊരു ആവശ്യവുമില്ല. 5:4 ആണ്. സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ റെസിപ്രോക്കൽ ആയിരിക്കും, 4:5 ആണ്. ഇവിടെ നിങ്ങളോട് ടൈം ഒന്നും ചോദിക്കാത്തതുകൊണ്ട് അതിനും അർത്ഥമില്ല. ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യണമെങ്കിൽ സ്പീഡിന്റെയും ടൈമിന്റെയും റേഷ്യോസ് ഓപ്പോസിറ്റ് ആയിരിക്കും, ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ. അപ്പോൾ 4:5 ആണെങ്കിൽ 2 പാർട്ട് ആണ്, 1 പാർട്ട് ആണ് റേഷ്യോയുടെ ഡിഫറൻസ്. ആ 1 പാർട്ട് 2 എന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ 9 പാർട്ട്, 9 × 2 18 hours ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ്. നിങ്ങൾ യാതൊരു ടെൻഷനും വിചാരിക്കേണ്ട, ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദീസ് എന്തായാലും ഓപ്ഷനിൽ വരും. നൺ ഓഫ് ദീസ് വരില്ല എന്നൊന്നും നിങ്ങൾ ശങ്കിക്കേണ്ട കാര്യമില്ല. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. 10 men started working together, but at the end of every day from the first day, 1 man left the work. In this way, they complete the total work in 8 days.
If the efficiency of one woman is 25% less than that of one man, how many women can complete the triple of the work in double of the time എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ഓഫ് ദി വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണോ വർക്ക് ഇൻറ്റു 3 ചെയ്യണം, എത്രയാണോ ടൈം 8 ഡേയ്സിന്റെ ഇരട്ടി ഡബിൾ 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡബിൾ ഓഫ് ദി വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ഹൗ മെനി വുമൺ ക്യാൻ കംപ്ലീറ്റ് ദ ട്രിപ്പിൾ ഓഫ് ദ വർക്ക്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ദിവസം 10 മെൻ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം 9, അങ്ങനെ 8 ദിവസം എത്ര മെൻ ഉണ്ടാവും? 3 മെൻ അല്ലെ. 3 മെൻ. ലാസ്റ്റ് വരുന്ന എത്രയാ? 2 1 തീരും. അപ്പൊ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എനിക്കറിയാം. 10 × 11/2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ 55 എന്ന് കിട്ടും. കൂട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിൽ നിന്ന് 2ഉം 1ഉം കുറച്ചാൽ ടോട്ടൽ 52 മെൻ ആയിരിക്കും ടോട്ടൽ വർക്ക്. മെന്നിന്റെ എഫിഷ്യൻസി എനിക്ക് അറിയില്ല, ഞാൻ എം ആയിട്ട് എടുത്തു. മെന്നിന്റെ എഫിഷ്യൻസി എനിക്ക് അറിയില്ല, അതാണ് എം. ഒരു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് എം. 10 മെൻ 10 വർക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ വർക്ക് എത്രയാ? 3 ആണ്. അപ്പൊ ഇൻറ്റു 3 ചെയ്ത് കൊടുത്തു, ഡിവൈഡഡ് ബൈ നമുക്കറിയാം എത്ര ദിവസം കൊണ്ടാ കംപ്ലീറ്റ് ചെയ്യണ്ടേ? 8 അല്ല 16 ആണ്. എഫിഷ്യൻസി മെന്നിന്റെ എഫിഷ്യൻസിനേക്കാൾ വുമൺ എത്രയേ ഉള്ളൂ? 25% കുറവാ. സോ 75/100 ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ 4 വട്ടം, ഇവിടെ 3 വട്ടം. ആ 3 3 ഞാൻ ക്യാൻസൽ ചെയ്തു. ഈ 4 ഇവിടെ 4 വട്ടം, ഇവിടെ 13 വട്ടം. എമ്മും എമ്മും ക്യാൻസൽ ആയി. സോ 13 വുമൺ. 13 വുമൺ ആണ് എനിക്ക് വേണ്ടത്. എനിക്ക് എത്ര വുമണാ വേണ്ടത്? 13 വുമൺ. അപ്പോ ഇവിടെ നിങ്ങൾക്ക് സീരീസ് ആയിട്ട് സാധാരണ നിങ്ങൾ 10 + 9 കൂട്ടി 52 കിട്ടും. പക്ഷെ അവിടെ ഞാൻ എന്ത് യൂസ് ചെയ്തു? എനിക്ക് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് അറിയാം. എന്തായിരുന്നു അത്? n × n+1/2 നമ്മൾ പഠിക്കണതാ. അത് യൂസ് ചെയ്ത് 10 × 11/2 55 കിട്ടി. പക്ഷെ 55 ഇവിടെ ആവശ്യമില്ല. കാരണം എന്താ? 8 വരെ ദിവസമേ ഉള്ളൂ. അതായത് 1 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം 1 2, അത് 2 പേരും ഇല്ല. 3 കുറച്ചു 52 എം. എമ്മിന് ഞാൻ എഫിഷ്യൻസി എം ആയിട്ട് തന്നെ എടുത്തു. എം ലാസ്റ്റ് കട്ട് ചെയ്ത് പോകും. എടുത്തില്ലേനും കുഴപ്പമില്ല. ഈ 75/100 ഇട്ട് ചെയ്താലും മതി. അതല്ലാതെ 0.75 വെക്കിട്ടാൽ വീണ്ടും കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആവും. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടണം. ലാസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ചെയ്തെടുക്കാൻ സിമ്പിൾ ആണ്, ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞു തരാം. എ ഹാസ് എ സർട്ടൈൻ ആവറേജ് ഫോർ 9 innings. In the 10th innings, he scores 100 runs, thereby increasing his average by 8 runs. His new average is എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ 9 innings ആവറേജ് x ആണ്. ഒരു ഇന്നിങ്സിൽ 100 കളിച്ചു. 10 innings ആവറേജ് ആദ്യത്തേനേക്കാൾ 8 കൂടി. അപ്പൊ ഇത്ര കാര്യം ആലോചിക്കുക നിങ്ങള്. 10 പേരിൽ 8 കൂടുന്നുണ്ട്. സോ ടോട്ടലിൽ 80 കൂടുന്നുണ്ട്. ടോട്ടലിൽ 80 കൂടുന്നുണ്ട്. ആര് കാരണം? ഈ 100 വന്നത് കാരണം. 100 വന്നത് കാരണം 80 ആണ് കൂടുന്നത്. സോ പഴയ ആവറേജ് 20 ആയിരിക്കും. എത്ര ചെയ്യണം? 100 ൽ 80 കുറച്ചാൽ നിങ്ങൾക്ക് 20 കിട്ടും. ഇവിടെ കെടുക്കുന്നുണ്ട് 20, മാർക്ക് ചെയ്യരുത്. എക്സ് ആണ് 20 അല്ലെ. എക്സ് ആണ് 20 നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. 10 പേരിൽ 8 കൂടി. 10 പേരിൽ 8 കൂടിയാൽ ടോട്ടലിൽ 80 കൂടി. ആര് കാരണം? 10ാമത്തെ ഇന്നിങ്സിൽ വന്ന 100 കാരണം. കൂടി 80. ആദ്യം ഉണ്ടായതിനേക്കാൾ 80 കൂടി. 20 ആണ് ആവറേജ്. എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയാ. എല്ലാവർക്കും ഈക്വലി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയാ. അപ്പോ 20 ഉണ്ടായതിനേക്കാൾ എത്ര കൂടി? 8 വെച്ച് കൂടി. അപ്പൊ ടോട്ടൽ 80 കൂടി. അപ്പൊ എത്രയാണ്? 100 ഉണ്ട്. അപ്പൊ പഴയ ആവറേജ് കണ്ടുപിടിക്കാൻ 100ൽ നിന്ന് 80 കുറച്ചാൽ മതി. 20 കിട്ടി. ചാടിക്കേറി ഓപ്ഷൻ എ മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. ന്യൂ ആവറേജ് x + 8. അതാണ് ഞാനിത് എഴുതിയിട്ടത്. ശ്രദ്ധിക്കണം. 28 is answer, correct answer. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാനായിട്ട് 5 സെക്കൻഡ് മതി. മനസ്സിലായോ? ഒരു 5 സെക്കൻഡ് മതി. നിങ്ങൾ ഇത് x എടുത്ത് 9x എടുത്തു, +100 എടുത്തു, +10 × x + 8 എടുത്തു, റീഅറേഞ്ച് ചെയ്തു, മറിച്ച് തിരിച്ച് നിങ്ങൾക്ക് 20 തന്നെ ആൻസർ കിട്ടും അല്ലെ. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ? 9x + 100 അല്ലെ. ഓക്കെ, ടോട്ടലായി 10. ഓക്കെ, x + 8 റീഅറേഞ്ച് ചെയ്ത് തിരിച്ചും മറിച്ച് വെക്കിയിട്ട് എനിക്ക് 20 ആൻസർ കിട്ടും. 5 സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്തു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൺവെൻഷൻ രീതി ഞാൻ ഇട്ടിട്ടുണ്ട്. ടൈം നിങ്ങളുടെ പോയി. ഇവിടെ നിന്ന് സേവ് ചെയ്യുന്ന 25 സെക്കൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിനെ, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൊണ്ടു കൊടുക്കാം. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 35 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. വിത്തൗട്ട് ഡൗട്ട് അല്ലെ. യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ആൻസർ കിട്ടും. അതിന് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ സമയം വേണം.
എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ടഫുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടൈം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് അപ്സ്ട്രീം സ്പീഡ് ടു ഡൗൺ സ്ട്രീം സ്പീഡ് 1:11. അപ്പൊ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും 1:11 ആണ്. എക്സ് തന്നിട്ടുണ്ട്, ബോട്ടിൻ സ്റ്റിൽ വാട്ടർ 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോയിൽ നോക്കുകയാണെങ്കിൽ 1+11/2 ആണ് എക്സ് അല്ലെ. 6 പാർട്ടാണ് 30 എങ്കിൽ ഒരു പാർട്ട് 5. Then find the distance covered in upstream in 5 hours. Upstream ഒരു പാർട്ടാണ് 5 മണിക്കൂറിൽ 5 × 5 25 കഴിഞ്ഞു. 5 × 5 25. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് 5 സെക്കൻഡ് താഴെ മതി. എനിക്ക് പേനയും പേപ്പറും ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആ സ്റ്റെപ്പ് എഴുതി. ഞാൻ നോക്കി 1:11 റേഷ്യോയില് 6 പാർട്ടാണ് എക്സ് വരിക. സോ ഒരു പാർട്ട് 5. അപ്പൊ ഒരു പാർട്ടാണ് അപ്സ്ട്രീം വരുന്നത്, 5 km/h ആണ് അപ്സ്ട്രീം വരുന്നത്. 5 മണിക്കൂറിൽ എത്ര കവർ ചെയ്യും? 25. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. ഞാൻ എന്ത് ചെയ്തു? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കടന്നു. ഒരു ഡൗട്ടും ഇല്ലാതെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ പഠിക്കുന്നത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കും, കുറെ പേപ്പർ എടുക്കും, കുറെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 25 തന്നെ. ചിലപ്പോൾ ഒരു മിനിറ്റ് പോയി 60 സെക്കൻഡ് അല്ലെങ്കിൽ 55 സെക്കൻഡ് 40 സെക്കൻഡ് പോയി നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടിയില്ലേ ക്വസ്റ്റ്യന്? അവിടെയും ഞാൻ സേവ് ചെയ്യുന്ന ടൈമാണ്. ഈ ടൈം എനിക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്. ഈ ടൈം വെച്ച് എനിക്ക് പല ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. വീണ്ടും പറയുന്നു, പെർസെന്റേജും റേഷ്യോ ആണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആളുടെ നട്ടല്, ബാക്ക് ബോൺ. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ, തറവായിട്ട് പഠിച്ചാൽ ഏത് പ്രോബ്ലം നമുക്ക് വിത്തിൻ സെക്കൻഡ് ആൻസറിലേക്ക് ഇടാം. അപ്പൊ റേഷ്യോയും പെർസെന്റേജും പഠിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. The price of milk is increased by 25%. Then a person can buy 8 liters less milk by spending ₹160. Find the final rate of milk. Okay, അപ്പൊ ഇവിടെ റിഡക്ഷൻ ഇൻ കൺസെപ്ഷൻ ആണ് വരുന്നത്. ഒരാള് മിൽക്കിന്റെ പ്രൈസ് 25% കൂടിയപ്പോ അയാൾക്ക് 8 ലിറ്റർ മിൽക്കാണ് മേടിക്കാൻ പറ്റിയ 160 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഇൻ റിഡക്ഷൻ അറിയാം. 6% കൂടിയാൽ എത്ര പെർസെന്റേജ് ആണ് കൺസെപ്ഷനിൽ കുറയാം? ഇതാണ്. അപ്പൊ ഇവിടെ 25/125 × 100 5. റിഡക്ഷൻ ഇൻ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 20% ആണ്. ഈ ഫോർമുല നമ്മൾ പഠിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് കുറച്ച് ഫോർമുലാസ് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോ 20% ആണ് കുറയുന്നത്, അതാണ് 8 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 100% ടോട്ടൽ 32 ലിറ്ററാ. ടോട്ടൽ എത്ര ലിറ്ററാ? 32 ലിറ്ററാ. ഇനീഷ്യലി നമുക്ക് എത്രയാ കിട്ടിയിരിക്കുന്നത്? 32 ലിറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 160 രൂപയ്ക്ക് എത്ര ലിറ്റർ ആണ് ആദ്യം ഉണ്ടായേ? 32 ലിറ്റർ കിട്ടുകയാണെങ്കിൽ 1 ലിറ്ററിന് 5 രൂപ. ഫൈൻഡ് ദ ഫൈനൽ റേറ്റ് ഓഫ് മിൽക്ക് എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? 5 രൂപ. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഈ രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പ്രൈസിന്റെ വില കൂടിയപ്പോ 8 ലിറ്റർ കുറവാണ് കിട്ടുന്നത്. 20% റിഡക്ഷൻ ചെയ്യണം കൺസെപ്ഷനില്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്ത ഒരു 5 ക്വസ്റ്റ്യൻ. 5ഉം ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ്. അപ്പൊ ഈ രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഒരുപാട് ടൈം പാഴാക്കാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കാം. എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു, യൂസ്ഫുൾ സെക്ഷൻ ആയിരുന്നു എന്ന് കരുതുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ IBPS RRB സ്പെഷ്യൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി സമയമില്ല, ആഗസ്റ്റിലേക്കാണ് നമ്മളുടെ എക്സാംസ് വരുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒട്ടും ടൈം പാഴാക്കാനില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.